2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങൾ നോക്കുമ്പോഴത്തേക്കും വളരെ ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന സ്ഥലങ്ങൾ നിരവധി ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് പുറത്തു വന്നിരിക്കുന്ന സർവേ റിസൾട്ട് പ്രകാരം കേരളത്തിലെ ഓരോ സ്ഥലങ്ങൾ നോക്കുമ്പോഴത്തേക്കും വളരെ വലിയ തോതിലുള്ള അട്ടിമറി സാധ്യതകൾ നിലനിൽക്കുന്നു എന്ന് വ്യക്തമായി സൂചിപ്പിക്കുന്ന തരത്തിലുള്ള സർവേ റിസൾട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ നോക്കേണ്ടത് അനിവാര്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട സ്ഥലം തലസ്ഥാനം തന്നെയാണ്, തിരുവനന്തപുരം തന്നെയാണ്. ഈ തിരുവനന്തപുരത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? പുറത്തു വന്ന ഏറ്റവും ലേറ്റസ്റ്റ് ദേശീയ സർവേ റിസൾട്ടുകൾ, ചില രാഷ്ട്രീയ കണക്കുകൾ, അതോടൊപ്പം തന്നെ ചില രാഷ്ട്രീയ നിരീക്ഷണങ്ങളൊക്കെ തന്നെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കേരളത്തിൽ തലസ്ഥാനം തിരുവനന്തപുരത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? തിരുവനന്തപുരത്തെ 7 നിയമസഭാ മണ്ഡലങ്ങളാണ് നമ്മളിപ്പോൾ നോക്കാനായി പോകുന്നത്. അതായത് കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നേമം, പാറശാല, കോവളം, നെയ്യാറ്റിൻകര. ഈ 7 സ്ഥലങ്ങളിൽ എന്താണ് 2026 സംഭവിക്കാൻ പോകുന്നത്, എന്താണ് സർവേ റിസൾട്ട് പ്രകാരം വന്നിരിക്കുന്നത് എന്നുള്ളതാണ് നോക്കാനായി പോകുന്നത്. ഇതിൽ 2021 കണക്ക് നോക്കുമ്പോഴത്തേക്കും ഭൂരിഭാഗം സീറ്റുകളിലും LDF ആണ് വിജയിച്ച് കയറിയിരിക്കുന്നത്. കോവളം ഒഴിച്ച് ബാക്കി എല്ലാ സീറ്റുകളിലും LDF തൂത്തുവാരിയിരിക്കുന്നു. പക്ഷേ അത് 2026 ആകുമ്പോഴത്തേക്കും എന്ത് മാറ്റം സംഭവിക്കും? LDFന് വീണ്ടും ഒരു തുടർച്ച ഉണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ? ഒരു തരംഗമുണ്ടാകുമോ? അതല്ല അടിപതറുമോ? തിരിച്ചടി ലഭിക്കുമോ? UDFന് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമോ? BJPക്ക് ഏറ്റവും സ്വാധീനമുള്ള ഒരു സ്ഥലത്ത് അത്രത്തോളം നേട്ടം, പ്രത്യേകിച്ച് വിജയിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ പലതും ഈ 7 സീറ്റുകളിൽ തന്നെ ഉണ്ട് എന്ന് നിലനിൽക്കെ അതിൽ പലതും പിടിച്ചെടുക്കാനായിട്ട് BJPക്ക് നിലവിൽ സാധിക്കുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൽ പിന്നാലെ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം BJPക്ക് വീണ്ടും സ്വാധീനം വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരം പോലുള്ള സ്ഥലത്ത് തീർച്ചയായിട്ടും പലതരത്തിലുമുള്ള അട്ടിമറികൾ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. നമുക്ക് ഓരോ സ്ഥലങ്ങളായി തന്നെ നോക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. ആദ്യം നമുക്ക് കഴക്കൂട്ടം തന്നെ നോക്കാം. കഴക്കൂട്ടത്ത് കടുത്ത ത്രികോണ പോരാട്ടമായിരിക്കും. കടുത്ത ത്രികോണ പോരാട്ടവും പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറാനായിട്ടും ഏറ്റവും സാധ്യതയുള്ളൊരു സ്ഥലം തന്നെയാണ് കഴക്കൂട്ടം. BJP LDF പോരാട്ടം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ ഒരു ത്രികോണ പോരാട്ടമായിട്ട് UDF ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. UDFനും വോട്ട് കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ BJPക്കും വോട്ട് കൂടാനായിട്ടുള്ള സാധ്യത കാണുന്നു. LDFന് വോട്ട് കുറയാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ഒരു അട്ടിമറി സാധ്യതയും അവിടെ നിലനിൽക്കുന്നുണ്ട്. അവിടെ നിലവിലത്തെ സാഹചര്യത്തിൽ BJPക്ക് നേരിയ തോതിലുള്ള മുൻതൂക്കം കാണുന്നു എന്നുള്ളതും സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി നേരെ വട്ടിയൂർക്കാവിലേക്ക് വരുമ്പോഴത്തേക്കും വട്ടിയൂർക്കാവിലും ഒരു കടുത്ത ത്രികോണ പോരാട്ടമായി മാറുമെന്ന് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും LDF അതോടൊപ്പം തന്നെ BJP തമ്മിലുള്ള പോരാട്ടമായി തന്നെ അത് മാറാനായിട്ട് സാധ്യതയുണ്ട്. അതായത് 1ാം സ്ഥാനം 2ാം സ്ഥാനം, അവിടെ UDF 3ാം സ്ഥാനത്തായിരിക്കുമെന്നാണ് ഈ ഒരു സർവേ റിസൾട്ട് പ്രകാരം മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കും. ഈ പറയുന്ന തോതിൽ പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറും. നേരിയ തോതിലുള്ളൊരു മുൻതൂക്കം നിലവിലത്തെ സാഹചര്യത്തിൽ BJPക്ക് കാണുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. ഇനി തിരുവനന്തപുരത്തിലേക്ക് വരുമ്പോഴത്തേക്കും തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നതെന്ന് പറയുന്നത്. അവിടെ പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതും സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി പാറശാലയിലേക്ക് വരുമ്പോഴത്തേക്കും പാറശാലയിൽ തീർച്ചയായിട്ടും LDF നിലനിർത്താനായിട്ടുള്ള സാധ്യത കാണുന്നു. പക്ഷേ അവിടെ ഒരു ടൈറ്റ് ഫൈറ്റായിട്ട് കാര്യങ്ങൾ മാറും. പക്ഷേ നേരിയ തോതിലൊരു മുൻതൂക്കം LDFന് കാണുന്നു എന്നുള്ളതും വ്യക്തമായി മനസ്സിലാവുന്നു. കോവളം വരുമ്പോഴത്തേക്കും കോവളത്ത് UDF ആണ് നിലവിൽ. UDF നിലനിർത്താൻ തന്നെയാണ് സാധ്യത കൂടുതലായി കാണുന്നത്. നെയ്യാറ്റിൻകരയിലേക്ക് വരുമ്പോഴത്തേക്കും നെയ്യാറ്റിൻകരയിൽ LDF ആണ്. ആ സീറ്റ് LDF നിലനിർത്താനായിട്ടുള്ള സാധ്യത കാണുന്നു. പക്ഷേ ഒരു ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും അവിടെ നടക്കാൻ പോകുന്നത്. അട്ടിമറി സാധ്യതയും തള്ളിക്കളയാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. പക്ഷേ നേരിയ തോതിലുള്ള മുൻതൂക്കം നിലവിൽ LDFന് കാണുന്നു. ഇനി നേമത്തേക്ക് വരുമ്പോഴത്തേക്കും നേമത്ത് കൃത്യമായിട്ടുള്ള ഒരു വിജയം അല്ലെങ്കിൽ വിജയ സാധ്യത BJPക്കാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു സർവേ റിസൾട്ട് പ്രകാരം എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. അവിടെ LDF 2ാം സ്ഥാനത്തും 3ാം സ്ഥാനത്ത് UDF എന്നുള്ള കണക്കാണ് ഈ സർവേ റിസൾട്ട് പ്രകാരം പോലും പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അങ്ങനെ മൊത്തത്തിൽ ഈ 7 സീറ്റുകൾ മാത്രം നോക്കുകയാണെങ്കിൽ 7 സീറ്റുകളിൽ തീർച്ചയായിട്ടും കടുത്ത പോരാട്ടമായിരിക്കും പല സീറ്റുകളിലും എന്നുള്ളത് സർവേ റിസൾട്ട് വ്യക്തമാക്കി പറയുന്ന ഒരു കാര്യം തന്നെയാണ്. കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം, തിരുവനന്തപുരത്തൊക്കെ തന്നെയും വളരെ ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും. അത് നേമത്ത്
BJPക്ക് കുറച്ചുകൂടി വിജയസാധ്യത നിലനിൽക്കുന്നു എന്നുള്ളത് പറയുന്നു. ബാക്കി 3 സ്ഥലം, അതായത് വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം കഴക്കൂട്ടത്തും പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നും സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. BJPക്ക് നേരിയ തോതിലുള്ള മുൻതൂക്കവും കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാറശാല, കോവളം, നെയ്യാറ്റിൻകര നോക്കുമ്പോഴത്തേക്കും LDFന് നേട്ടമുണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. കോവളത്ത് UDFന് നേട്ടമുണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 3 പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ ബാക്കി ഉള്ള 4 സ്ഥലങ്ങൾ നോക്കുമ്പോഴത്തേക്കും അതിൽ ഒരു സീറ്റിൽ BJPക്ക് വിജയസാധ്യത വളരെ നല്ല രീതിയിൽ നിലനിൽക്കുന്നു. കോവളത്തെ സംബന്ധിച്ചിടത്തോളം കോവളത്ത് UDFന് വിജയസാധ്യത നിൽക്കുന്നു. പാറശാല, നെയ്യാറ്റിൻകര LDFന് വിജയസാധ്യത നിൽക്കുന്നു. അങ്ങനെ ടോട്ടൽ 7 സീറ്റുകൾ നോക്കുമ്പോഴത്തേക്കും 7 സീറ്റുകളിൽ BJPയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത്, അതായത് തലസ്ഥാനത്ത് ഈ 7 സീറ്റുകൾ നോക്കുമ്പോഴത്തേക്കും ഇതിൽ BJPക്ക് 4 സീറ്റുകളിലോളം വിജയസാധ്യത നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. അതിൽ 3 സീറ്റുകൾ തിരുവനന്തപുരം ഒഴിച്ച് ബാക്കി 3 സീറ്റുകളിലും BJPക്ക് വിജയസാധ്യത വളരെ നല്ല രീതിയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് ഈ ഒരു സർവേ വ്യക്തമാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറും. അത് തിരുവനന്തപുരത്തായിരിക്കും ഏറ്റവും കൂടുതൽ പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ LDFനെ സംബന്ധിച്ചിടത്തോളം LDFന് നിലവിലത്തെ സാഹചര്യത്തിൽ 2 അല്ലെങ്കിൽ 3 സീറ്റുകൾ വരെയും വിജയസാധ്യത നിലവിൽ തിരുവനന്തപുരത്ത് നിൽക്കുന്നു. ഈ പറയുന്ന UDFനെ സംബന്ധിച്ചിടത്തോളം നിലവിലത്തെ സാഹചര്യത്തിൽ 1 സീറ്റിലാണ്. തിരുവനന്തപുരം ഈ 7 സീറ്റുകൾ നോക്കുമ്പോഴത്തേക്കും വിജയസാധ്യത നിലനിൽക്കുന്ന സ്ഥലമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇതൊരു സർവേ റിസൾട്ട് മാത്രമാണ്. എന്ത് തരം അട്ടിമറിയും സംഭവിക്കാമെന്നുള്ളത് വളരെയധികം യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയും കാത്തിരിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ, എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്ന അട്ടിമറികൾ, സർവേ റിസൾട്ടുകൾ പോലെ തന്നെ കാര്യങ്ങൾ മാറി മറിയുമോ, അതല്ല സർവേ റിസൾട്ടിനെ വെല്ലുന്ന തരത്തിലുള്ള ഒരു പ്രകടനം ഈ പറയുന്ന തോതിൽ 3 പാർട്ടികൾക്കും നടത്താനാകുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്തായാലും സർവേ റിസൾട്ട് പ്രകാരമാണെങ്കിൽ LDFന് തന്നെയായിരിക്കും വളരെ വലിയ തോതിൽ നഷ്ടം സംഭവിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. പല സീറ്റുകൾ നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. BJP സീറ്റുകൾ അക്കൗണ്ട് തുറക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട്, അതും ഒന്നിൽ കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. UDFനെ സംബന്ധിച്ചിടത്തോളം UDFന് തിരുവനന്തപുരത്ത് ഈ 7 സീറ്റുകൾ നോക്കുമ്പോഴത്തേക്കും സിറ്റിംഗ് സീറ്റ് അവർക്ക് നിലനിർത്താൻ സാധിക്കുമെന്നും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ചില സീറ്റുകളിൽ ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും, പ്രവചനാതീതമായിരിക്കും കാര്യങ്ങളെന്നുമാണ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. കാത്തിരുന്ന് തന്നെ കാണണം തിരുവനന്തപുരത്ത് എന്ത് തരം അട്ടിമറിയായിരിക്കും യഥാർത്ഥത്തിൽ ജനവിധിയിൽ നടക്കാൻ പോകുന്നത്, സംഭവിക്കാൻ പോകുന്നത് എന്നറിയാനായി.